ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബട്ടർ നാനും അതുപോലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബട്ടർ ചിക്കൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം അതിനാദ്യം ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് വെച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ ക്യുമിൻ പൗഡറും നല്ല ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ നമുക്ക് കസൂരി മേത്തി അത് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർക്കണം. കൈ വെച്ചിട്ടൊന്ന് തിരുമ്മിയിട്ട് ചേർത്താൽ മതി. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ചിക്കൻ ഞാനിപ്പോൾ എല്ലില്ലാത്ത പീസാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് അത് ചെറുതാക്കി കട്ട് ചെയ്തേക്കണ്. സ്ക്വയർ പീസാക്കിയിട്ട് ചെറുതായി കട്ട് ചെയ്തത് 1 കിലോനോളം ഉണ്ടാവും കേട്ടോ. അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഒരു അരമണിക്കൂർ നേരം ഒന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബട്ടർ നാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മൈദപ്പൊടിയൊക്കെ കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ നാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ബൗൾ എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഇപ്പോൾ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇളം ചൂടുള്ള പാല് 1 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെക്കാം. അപ്പോൾ ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 3 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് മുന്നേ ഈ പാലിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ 3 കപ്പ് മൈദപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് ഈ പാല് അപ്പോൾ 1 കപ്പ് പാല് മതിയാവില്ല കേട്ടോ കുഴക്കാൻ വേണ്ടിയിട്ട്. ഇനി കുറേശ്ശെ പാൽ ഒഴിച്ചതിന് ശേഷം വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ പാല് വീണ്ടും പാലൊഴിക്കുമ്പോൾ ഇളം ചൂടുള്ള പാൽ തന്നെ ഒഴിക്കാൻ വേണ്ടി നോക്കുക. തണുത്ത പാല് ഒഴിച്ചിട്ട് കുഴക്കരുത്. അപ്പോൾ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഈ പൊടി പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇളം ചൂടുള്ള പാൽ തന്നെ ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പാൽ ഒഴിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചിട്ടും ഇളം ചൂടുള്ള വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. പാലൊഴിച്ചിട്ട് കുഴച്ചെടുക്കുമ്പോൾ ഈ ബട്ടർ നാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്കത് അടച്ചിട്ട് മൂടി വെക്കാനുള്ളതാണ്. 1 മണിക്കൂർ 1-2 മണിക്കൂർ നേരം മൂടി വെച്ചാൽ അത് നന്നായിട്ട് പൊങ്ങി കിട്ടും. ഇത് കുഴക്കുമ്പോൾ നല്ലോണം ടൈറ്റിൽ കുഴക്കണ്ട, ഒരു ഇത്തിരി ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അവസാനം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം നമുക്കതൊരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് നമുക്ക് 1-2 മണിക്കൂർ നേരം അത് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ റെഡിയാക്കി എടുക്കാം. നമുക്കൊരു മൂടി വെക്കാം. ചൂടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ നല്ല ചൂടുള്ള സ്ഥലത്ത് മാറ്റി വെച്ചാൽ മതിയിട്ട്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി കിട്ടിക്കോളും. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം 3 വലിയ തക്കാളി ഞാൻ പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്ത് ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് കീറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേഗം തന്നെ അതിൻ്റെ തോലടർന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടറും ചേർത്ത് കൊടുക്കുക. ഈ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ മസാല പറ്റിയിട്ട് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ ആ ചിക്കൻ്റെ പീസുകൾ ഈ ഓയിലും അതുപോലെ ബട്ടറും കൂടിയിട്ട് ഒഴിച്ചിട്ടില്ലേ അതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഹാർഡാക്കി ഫ്രൈ ചെയ്യേണ്ട. ഇങ്ങനെ കുറച്ചൊന്ന് അതിൻ്റെ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടുകയും വേണം, ഒന്ന് സോഫ്റ്റ്നെസ് പോകാനും പാടില്ല. ആ രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ഇളക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടിക്കോളും. ഇത് നമ്മൾ എല്ലൊന്നും ഇല്ലാത്ത ബ്രസ്റ്റ് പീസാണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയി കിട്ടിക്കോളും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. ഫുൾ ചിക്കൻ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് സെയിം ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമ്മുടെ ഒരു ലോട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം, ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനിയിപ്പോൾ അടുത്ത ബാച്ചും കൂടെ നമുക്ക് പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ചിക്കൻ പൊരിച്ചെടുക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം ഡ്രൈ ആയി പോകണ്ട. അടുത്തതും കൂടി നമുക്ക് ഇതുപോലെ ആ സെയിം എണ്ണയിലിട്ടിട്ട് തന്നെ നമുക്കത് പൊരിച്ചിട്ട് ആ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇത് രണ്ടും ചിക്കൻ ഫുള്ളായിട്ട് പൊരിച്ചെടുത്തതിന് ശേഷമാണ് കറി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത ഭാഗവും പൊരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഫുള്ളായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അതിൽ കുറച്ചും കൂടെ
എണ്ണയും ബട്ടറും ചേർത്ത് കൊടുക്കണം. അതുപോലെ 2 ടേബിൾ സ്പൂൺ തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 2 സവോളയാണ്, മീഡിയം സൈസ് സവോള 2 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 എണ്ണം ചെറുതാക്കി അരിഞ്ഞതാണ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും അരിഞ്ഞെടുക്കുക. എന്നുവെച്ചാൽ നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഈ സവോള അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. സവോള ഒന്ന് വഴന്ന് വന്നാൽ നമുക്കതിലേക്ക് ബദാം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 25 ബദാം തോല് കളഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളതിൽ ബദാം ഇല്ലയെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇഞ്ചി വെളുത്തുള്ളിയും അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതിയിട്ടാ. അതാകുമ്പോഴും കുഴപ്പമില്ല. ഇത് എൻ്റെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുത്തത്. അതൊന്ന് വഴറ്റി കൊടുത്തിട്ട് ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആ പൊടികളുടെ ഒക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി നമുക്കതിലേക്ക് നല്ല ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, ക്യൂമിൻ പൗഡർ, അതൊരു 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്തിട്ട് നമ്മൾ പുഴുങ്ങിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ തക്കാളി, അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം അതും ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തക്കാളിയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വഴറ്റിയിട്ട് ഇതിൻ്റെ ഈ തക്കാളിയുടെ ഒക്കെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കണം. അങ്ങനെ ചെയ്തതിന് ശേഷം നന്നായിട്ട് ചൂടാറിയിട്ട് വേണം നമുക്കത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് തീ ഓഫ് ചെയ്തിട്ട് വെക്കാം. ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം കണ്ടില്ലേ, അപ്പോൾ തീയൊക്കെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചാണ്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കത് അരച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. ഫ്രഷ് മിൽക്ക് ഉണ്ടല്ലോ, അത് 1/2 കപ്പ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് ആ സെയിം പാനിനെ കഴുകി വൃത്തിയാക്കിയതാണ് ഞാൻ, അതിലേക്ക് അത് അരിച്ചിട്ട് വേണം ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അരിച്ചൊഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൽ എന്തായാലും ഇപ്പോൾ ബദാമും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ തരികളൊന്നും ഇല്ലാണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഇനി കുറച്ചും കൂടെ വെള്ളം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. മിക്സി കഴുകിയിട്ടേ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് കറിക്ക് എത്ര ഗ്രേവി വേണമെന്നുള്ളത് ഈ സമയത്ത് നമുക്ക് തീരുമാനിക്കുക. അപ്പോൾ അതിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അത് വിചാരിച്ചിട്ട് കുറേ വെള്ളം ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ കറി ഇരുന്നിട്ടൊന്നും തിക്കായി വരും. നമ്മൾ അണ്ടിപ്പരിപ്പും പിന്നെ അതുപോലെ ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീമും കൂടെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ കറി ഇരുന്നിട്ടൊന്നും കൂടെ ഒന്ന് ടൈറ്റ് ആവും. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഈ ചിക്കനും പിന്നെ അതുപോലെ ഗ്രേവിയും കൂടി കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഇനി നമ്മളിപ്പോൾ ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടില്ല, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അവസാനമായിട്ട് നമുക്കൊരു 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഈ സമയത്ത് അതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് കസൂരി മേത്തി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് 1 ടീസ്പൂണ് കസൂരി മേത്തിയും കൂടെ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ തിരുമ്പിയിട്ടൊന്ന് പൊടിച്ചാൽ മതി. പൊടിച്ചെടുത്തതിന് ശേഷം അതും കൂടെ ചേർക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതെന്തായാലും ചേർക്കണം കേട്ടോ. ആ പഞ്ചസാരയുടെ മധുരം കൂടി വരുമ്പോഴാണ് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. അവസാനം നമ്മൾ കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയില കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചെറുതാക്കി മല്ലിയില അരിഞ്ഞതിന് ശേഷം അതും കൂടെ ചേർത്ത് കൊടുക്കുക. അവസാനം ആ മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ തിളച്ച് വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ കറി ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനം നമ്മൾ വിളമ്പണ സമയത്ത് അതിൻ്റെ മേലെ ഒരു പീസ് ബട്ടറും കൂടെ ഇട്ടെടുക്കുമ്പോൾ കാണാനൊരു നല്ലൊരു ഭംഗിയാണ്. ചൂട്ടോട് കൂടിയിട്ട് ബട്ടർ ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലാണ് അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരുള്ളൂ. നമുക്കത് കറി ഇപ്പോൾ അടച്ച് വെക്കാം. നമ്മൾ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതൊരു പാനിൽ ഷീറ്റിൽ കിട്ടിയതിന് ശേഷം ഒന്ന് കൈവച്ചിട്ട് അതിൻ്റെ എയറൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കളഞ്ഞതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. എത്ര റൊട്ടി നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളത് കട്ട് ചെയ്ത് മാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ചപ്പാത്തിയുടെ അത്ര കനം കുറക്കണ്ട, ഒരിത്തിരി കനത്തിൽ വേണം നമുക്കത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഓരോന്നും നമുക്കിതുപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം.
പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് ആ പ്ലേറ്റ് നമ്മൾ അടച്ച് വെക്കണം, ഒരു ടവൽ വെച്ചിട്ട് അടച്ച് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ബോൾസ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് പോകും. അപ്പോൾ നമ്മൾ പരത്തുമ്പോൾ ഒരു സുഖമായിട്ട് കിട്ടില്ല. അതുകൊണ്ട് നമ്മളൊരു തുണി വെച്ചിട്ട് ഒരു ടവൽ വെച്ചിട്ട് പ്ലേറ്റ് അടച്ച് വെക്കണം കേട്ടോ. കണ്ടില്ല. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ടവൽ വെച്ചിട്ട് ഇത് അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് പരത്തുന്നതിന് മുന്നേ നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് നമ്മുടെ ബട്ടർ ഉണ്ടല്ലോ, ബട്ടർ ഉരുക്കിയതാണ്, അത് ഒഴിച്ചതിന് ശേഷം മല്ലിയില ചെറുതാക്കി അരിഞ്ഞിട്ട് അതിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് അത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബോൾ എടുത്തിട്ട് നമ്മൾ ഇത്തിരി മൈദപ്പൊടിയും കൂടെ ഇട്ടതിന് ശേഷം നമുക്കത് പരത്തിയെടുക്കാം. നന്നായിട്ട് റൗണ്ടായിട്ട് പരത്തിയെടുക്കുക. അധികം കനം കുറച്ച് പരത്തണ്ട, ഒരു ഇത്തിരി കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ചൂടായിട്ടുള്ള ഫ്രൈ പാനിൽ ഇട്ടിട്ട് നമുക്കത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ റൊട്ടി ഇതാ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രൈ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരെണ്ണം ഇട്ടെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തി ചുട്ടെടുക്കണ പോലെ തന്നെ ചുട്ടെടുക്കുക. ഒന്ന് ഡ്രൈ ആയി വന്നാൽ നമുക്ക് മറിച്ചിടാം. അപ്പുറത്തെ ഭാഗം ഇപ്പോൾ നന്നായി പൊള്ളച്ച് വരും. അപ്പുറത്തെ ഭാഗം ഒന്നും കൂടെ ഒന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്കൊന്നും കൂടെ മറിച്ചിട്ടിട്ട് അപ്പോൾ നന്നായിട്ട് ബോൾ പോലെ പൊള്ളച്ച് വരും കേട്ടോ. കണ്ടില്ല, നല്ല ബോൾ പോലെ പൊള്ളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മേലെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടറിൻ്റെ കൂട്ടുണ്ടല്ലോ, ബട്ടറും പിന്നെ അതുപോലെ മല്ലിയിലയും അരിഞ്ഞതും അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് മാറ്റിയെടുക്കാം. ഇനി എല്ലാം ഫുള്ളായിട്ട് നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. ആ ബട്ടർ ചിക്കൻ്റെ കൂടെ നല്ല ടേസ്റ്റായിട്ട് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക്